അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷനിൽ നമ്മൾ ഇനി 18ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 2019 അതിൻ്റെ ഒരു പുതിയ വെർഷൻ, വലിയ മാറ്റങ്ങളില്ലെങ്കിലും കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് 2019 ഒരു അമെൻമെൻറ്റ് പോലെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഡിസംബർ 5 പ്രാബല്യത്തിൽ വന്നത്. ഈ ആക്ട് 91, 93, 2002 എന്താണ് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 91, 93, 2002 ഈ 3 വർഷങ്ങളിൽ എന്താണ് ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് ആക്ട് ട്രൈസ് ടു ഹെൽപ്പ് എ കൺസ്യൂമർ വെൻ ദ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഡിഫക്റ്റീവ് ഓർ സർവീസസ് റെൻഡേർഡ് ടു ഹിം ആർ അൺസാറ്റിസ്ഫാക്ടറി. ഈ ആക്ട് എന്തിനാണ് നിലവിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങൾ കൺസ്യൂമേഴ്സിൻ്റെ എന്താണ് അവരെ പറ്റിക്കുന്ന രീതിയിൽ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു റിഡ്രസലിനായിട്ട് അതിനൊരു നഷ്ടപരിഹാരം കിട്ടാനൊക്കെയാണ് ഈ ഒരു ആക്ട് നിലവിലുള്ളത്. 86 മുൻപില്ലായിരുന്നു, 86 ശേഷമാണ് വന്നത്. ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ഓഫ് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ചില ഡെഫിനിഷൻസ് ആണ്. അതിൽ അപ്രോപ്രിയേറ്റ് ലാബോറട്ടറി എന്താണ്, അതെന്താണ് ഒരു ഓർഗനൈസേഷനാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അംഗീകരിച്ചിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. എനി സച്ച് ഓർഗനൈസേഷൻ ഓർ ലാബോറട്ടറി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് വിച്ച് ഇസ് മെയിൻറ്റെയിൻ ഫിനാൻസ് ഓർ എയ്ഡഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻസ് ആണ്, ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇത് ആരാണ് ഫണ്ട് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പിന്നെ കംപ്ലൈൻറ്റൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആക്ടിൽ, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 2 സബ്സെക്ഷൻ 1B പറയുന്നത് കംപ്ലൈൻറ്റൻ്റ് മീൻസ് എ കൺസ്യൂമർ ആവാം, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആവാം, ഒരു കൺസ്യൂമർ ആവാം, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആവാം, ഒരു സംഘടനയാവാം. രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്, ഈ അസോസിയേഷൻ കമ്പനീസ് ആക്ട് 1986 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അണ്ടർ എനി അതർ ലോ ഫോർ ടൈം ബീങ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ പ്രകാരം ബീങ് ഫോഴ്സ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ആവാം, ഓർ എനി അതർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, വിച്ച് മേക്ക് എ കംപ്ലൈൻറ്റ് വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് ഇഫ് ദർ ആർ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഹാവ് സെയിം ഇൻട്രസ്റ്റ്. അപ്പം ഒരു കൺസ്യൂമർക്ക് വേണ്ടിയോ മറ്റു പല കൺസ്യൂമേഴ്സിന് വേണ്ടിയോ ആ കൺസ്യൂമർ തന്നെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, കൺസ്യൂമറിന് വേണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവരെയാണ് കംപ്ലൈൻറ്റൻ്റ് എന്ന് വിളിക്കുന്നത്. കംപ്ലൈൻറ്റ് എന്താണ്? ഒരു അലിഗേഷനാണ്. നമ്മൾ റൈറ്റിങ്ങിൽ കൊടുക്കുന്ന ഒരു അലിഗേഷനാണ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ. കൺസ്യൂമർ എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, കൺസ്യൂമർ മീൻസ് എനി പേഴ്സൺ ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ്ഡ്. പേ ചെയ്ത ഗുഡ്സാണ്. ആരെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്, ഗുഡ്സിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കൺസ്യൂമർ. അല്ലെങ്കിൽ എന്താണ്? കൺസ്യൂമർ വാങ്ങിയിട്ടില്ലെങ്കിൽ ഹയർ ചെയ്തതാവാം, വാടകയ്ക്ക് എടുത്താവാം. ഓക്കെ. ഓർ എനി സർവീസസ് ഫോർ എ കൺസിഡറേഷൻ വിച്ച് ഹാസ് ബീൻ പെയ്ഡ്. അപ്പോൾ വാടക എടുക്കുമ്പോൾ ഒരു കൺസിഡറേഷൻ കൊടുക്കണമല്ലോ, പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അതും വാടക എടുക്കുന്ന ആളും എന്താണ്? ഒരു കൺസ്യൂമറാണ്. ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്? Consumer disputes means a disputes where the person against whom a complaint has been made. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരാൾ ഇവരെ ഡിനേ ചെയ്യാണ്. അപ്പോൾ ഡിസ്പ്യൂട്ട് വന്നു അല്ലേ? നമ്മളൊരു സാധനം വാങ്ങുന്നു, അത് ഡിഫക്റ്റീവ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെതിരെ എന്തിനു പോകുന്നു, നമ്മൾ കംപ്ലൈൻറ്റിന് പോകുന്നു, അവരത് നിരസിക്കുന്നു. അപ്പോൾ ആ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നു. പിന്നെ ഡിഫക്റ്റ് എന്താണ്? എനി ഫോൾട്ടാണ്, എന്തെങ്കിലും ഒരു ഫോൾട്ടാണ് ഡിഫക്റ്റ്. ഓർ imperfection or shortcoming in the quality, potency or standard which is required to be maintained by or under any law in relation to any goods. അപ്പോൾ ഈ പറയുന്ന ഒരു ഗുഡ്സിന് എന്തെങ്കിലും ഫോൾട്ടോ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഡിഫക്റ്റ് എന്ന് പറയാം. ഡിഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം അത് തന്നെയാണ്. മീൻസ് എനി ഫോൾട്ട്, imperfection or shortcoming or inadequacy in the quality, nature and manner of performance which is required to be maintained by or under any law in relation to any service എന്നുള്ളതാണ്. ഗുഡ്സ് എന്താണ്? അക്കോർഡിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഗുഡ്സ് മീൻസ് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗുഡ്സ്. എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി ഗുഡ്സ് ആണ്, അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിം. ആക്ഷനബിൾ ക്ലെയിം അല്ലാത്ത എല്ലാത്തരം മൂവബിൾ പ്രോപ്പർട്ടിയും ഗുഡ്സ് ആണ് എന്നുള്ളതാണ്. മാനുഫാക്ചറർ എന്താണ്? ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1J,
is a person who makes or manufacture any goods or part thereof, or does not make or manufacture any good but assembles part thereof made or manufactured by others. അതായത് സാധനങ്ങൾ ഉൽപ്പാദിക്കുന്ന വ്യക്തി, അതിനൊരു നിയമപരമായിട്ടുള്ള ഡെഫിനിഷനാണ് കൊടുത്തത്. സാധനങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്ന വ്യക്തിനാണ് മാനുഫാക്ചർ ചെയ്യാന്ന് പറയാം. പിന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 എന്നിൽ പറയുന്നത്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് മീൻസ് ട്രേഡ് പ്രാക്ടീസ് വിച്ച് റിക്വയർ എ കൺസ്യൂമർ ടു ബൈ, ഹയർ or avail any goods as the case may be, service as a condition present for buying, hiring and of other goods or service. അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സാധനം വിൽക്കുകയോ വാടക കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനാണെന്ത്, ആ കണ്ടീഷൻ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. പിന്നെ സർവീസ് എന്താണ്, സെക്ഷൻ 2(1)(o) ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1(o) പറയുന്നത് സർവീസ് മീൻസ് സർവീസ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് ഇസ് മെയ്ഡ് അവൈലബിൾ ടു. സർവീസ് എന്ന് വെച്ചാൽ സർവീസ് തന്നെ എന്നുള്ള രീതിയിൽ ആണ് അതിന് ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. വ്യക്തി എന്ന് പറഞ്ഞ നേരത്ത് അതൊരു ആൾ മാത്രമല്ല, ഒരു ഫേം ആവാം, രജിസ്റ്റേർഡ് അല്ലാത്ത ഫേം ആവാം, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവും, എവറി അസോസിയേഷൻ, എല്ലാ തരത്തിലുള്ള അസോസിയേഷനും ആവാം. സൊസൈറ്റീസ് ആക്ട് പ്രകാരം 1860 ശേഷമുള്ള ആക്ട് പ്രകാരം ഉള്ളതാവാം. പിന്നെ ട്രേഡർ എന്താണ് എന്നുള്ളതാണ്. ട്രേഡർ ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് മീൻസ് എ പേഴ്സൺ ഹു സെൽസ് ഓർ ഡിസ്ട്രിബ്യൂട്ട്സ് എനി ഗുഡ്സ് ഫോർ സെയിൽ. സാധനം വിൽക്കുന്ന ആളാണ് ട്രേഡർ. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് മീൻസ് എ ട്രേഡ് പ്രാക്ടീസ് വിച്ച് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊമോട്ടിങ് സെയിലാണ്. സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും എന്താണ് വഴിവിട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അൺഫെയർ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. സ്പ്യൂരിയസ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ്. ദീസ് ആർ സച്ച് ഗുഡ്സ് വിച്ച് ക്ലെയിം ടു ബി ജെനുവിൻ ബട്ട് ദേ ആർ ആക്ച്വലി നോട്ട് സോ. അത് ജെനുവിനാന്ന് തോന്നുന്നു, പക്ഷേ ജെനുവിൻ അല്ല എന്നുള്ളതാണ്. റൈറ്റ് ആൻഡ് റെമഡീസ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. ഇപ്പോൾ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അവകാശങ്ങളൊക്കെയാണ് ഉള്ളത്? അപ്പോൾ അവകാശങ്ങളിൽ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ആണ്, അവർ റൈറ്റ് ടു സേഫ്റ്റി ആണ്. അപ്പം എന്താണ്, നമുക്ക് ജീവൻ ആപത്തില്ലാത്ത ഗുഡ്സ് ആയിരിക്കണം തരേണ്ടത് അല്ലേ. പ്രത്യേകിച്ച് ഭക്ഷണ സാധനക്കും ഒക്കെ ആവുന്ന നേരത്തിൽ നിന്നാണ് അത് വളരെ റിസ്ക് ഉള്ളതാണ്, കാരണം നമ്മൾ ഉള്ളോട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഏത് സാധനമാണെങ്കിലും എന്താണ്, ഇറ്റ് ഷുഡ് നോട്ട് ബി എന്താണ് നമ്മളെ പ്രൊട്ടക്ഷനെ ബാധിക്കുന്നതാവരുത്. സോ കൺസ്യൂമർ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. പിന്നെ ഒരു ഗുഡ്സിനെ പറ്റിയിട്ടോ അതിൻ്റെ വിലേനെ പറ്റിയിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻ കൺസ്യൂമറിന്, അല്ലെങ്കിൽ വാറൻറ്റീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഇൻഫർമേഷൻ കൺസ്യൂമറിന് ഉണ്ടാവണം എന്നുള്ളതാണ്. റൈറ്റ് ടു ബി ഇൻഫോംഡ് ആണ്. റൈറ്റ് ടു ബി അഷ്യോർഡ് ആണ്. അഷ്യൂറൻസ് കിട്ടണം, ഉറപ്പ് കിട്ടണം എന്നുള്ളതാണ്. റൈറ്റ് ടു ബി ഹേർഡ് ആണ്. കൃത്യമായിട്ട് കേൾക്കണം. നമുക്ക് എന്താണത് എല്ലാത്തിനെ പറ്റി നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കത് കേൾക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്നുള്ളതാണ്. നമുക്ക് എന്താണ് കൃത്യമായിട്ടും അതിനെതിരെ നമുക്ക് പരാതികൾ കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. റെമഡീസ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. എന്തൊക്കെയാണ് കൺസ്യൂമറിൻ്റെ റെമഡീസ്? കൺസ്യൂമറിന് കിട്ടുന്ന പരിഹാരങ്ങളൊന്ന് ഗുഡ്സിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. പിന്നെന്താണ്, ഡിഫക്റ്റീവ് ഗുഡ്സ് റീപ്ലേസ് ചെയ്യാം. പിന്നെ അതിന് റീഫണ്ട് കിട്ടുക. ഡിഫക്റ്റീവ് ഗുഡ്സിനോ ഡെഫിഷ്യൻറ്റ് ഗുഡ്സിനോ റീപ്ലേസ്മെൻറ്റ് കിട്ടുക. റിമൂവൽ ഓഫ് എന്താണ് ഡിഫക്റ്റീവ് ഓർ ഡെഫിഷ്യൻസീസ് ഇൻ ദ സർവീസാണ്. കണ്ടിന്യൂൻസ് ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് സെയിൽ ഓഫ് ഹസാർഡിയസ് ഗുഡ്സ് ആണ്. ഹസാർഡിയസ് ഗുഡ്സിൻ്റെ സെയിലൊക്കെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹസാർഡിയസ് എന്ന് വെച്ചാൽ നമ്മൾ അപകടം ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെ ഒക്കെ സെയിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ, അതും കൺസ്യൂമർക്ക് അതിനുള്ള എന്താ റെമഡി ഉണ്ട്. കാര്യം അത് നമ്മൾ കഴിച്ചിട്ടൊന്ന് കേടുപറ്റുക, അത് പിന്നെ ബാക്കി ആരും അല്ലെങ്കിൽ വേറെ ആർക്കും അതിനെ കൊണ്ടൊരു അപകടം പറ്റുന്ന രീതിയിൽ കൺസ്യൂമറിന് കോടതിയിൽ പോയിട്ട് അതിൻ്റെ സെയിൽ നിർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. അപ്പോൾ അതിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്. അതാണ് കേന്ദ്രത്തിന് അണ്ടറിൽ വരുന്നത്. അതിൽ എന്താണ് മിനിസ്റ്റർ ഇൻ ചാർജ്, കൺസ്യൂമറിൻ്റെ വകുപ്പ് എടുക്കുന്ന മിനിസ്റ്റർ ചാർജ് ആയിരിക്കും. അതിന് ചെയർമാൻ അദ്ദേഹമായിരിക്കും സെൻട്രൽ കൗൺസിലിൽ. പിന്നെ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് അതിലുണ്ടാവും. പിന്നെ സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. അതിലും മിനിസ്റ്റർ എന്താണ് നമ്മുടെ സംസ്ഥാന മിനിസ്റ്റർ ഉണ്ടാവും അതിൽ. പിന്നെ സച്ച് മെമ്പേഴ്സ് ഓഫ് ഒഫീഷ്യലും നോൺ ഒഫീഷ്യലും അതിലെ മെമ്പേഴ്സ് അതിലുണ്ടാവും. പിന്നെന്താണ് സച്ച് മെമ്പേഴ്സ് ഓഫ് ദ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 10 പേരുണ്ടായിരിക്കണം. അത് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഈ സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിലും കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള ഒഫീഷ്യൽസ് ഉണ്ടാവും.
പിന്നെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ്. അത് ഡിസ്ട്രിക്ട് കൗൺസിലുണ്ട്, അതിനാണ് ആദ്യം നമ്മൾ പോയി അപേക്ഷ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പം ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, 1 ലക്ഷം വരെയുള്ള ഇതിന് കൊടുക്കാം. 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സ്റ്റേറ്റിൽ, 10 ലക്ഷത്തിന് മുകളിലുള്ളതാണ് കേന്ദ്രത്തിൽ. അങ്ങനെയാണ് അതിൻ്റെ മുന്നത്തെ ഉണ്ടായിരുന്ന രീതി. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടാവും, അതിലും മെമ്പേഴ്സ് ഉണ്ടാവും, ഒഫീഷ്യലും നോൺ ഒഫീഷ്യലും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അത് പ്രിസ്ക്രൈബ് ചെയ്യുക ആരൊക്കെ മെമ്പേഴ്സ് ആവാന്നുള്ളത്. പിന്നെ റിഡ്രസൽ ഏജൻസീസ് ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷനും നാഷണൽ കമ്മീഷനാണ് 3 റിഡ്രസൽ ഫോറംസ്. പരാതികൾ സ്വീകരിക്കുന്ന 3 ഫോറംസ് വരുന്നത്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അതിന് കുറേ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായില്ലേ. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 റിവീൽസ് ആൻഡ് റീപ്ലേസസ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ അത് ഒരു നിയമമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, വെറും വകഭേദം മാത്രമല്ല, അമെൻമെൻ്റ് അല്ല, നിയമമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ന്യൂ ലെജിസ്ലേഷൻ വുഡ് ഈസ് ദ ഓവറോൾ പ്രോസസ് ഓഫ് കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ. The new bill provide a better mechanism to dispose consumer complaint in a speedy manner. പെട്ടെന്ന് കംപ്ലൈൻറ്റ് തീരുമാനമാക്കാൻ ഇത് സഹായിക്കും. The 2019 Act expands the scope of definition of consumer. The consumers include, അതിൽ പറഞ്ഞത് കൺസ്യൂമേഴ്സ് ഓഫ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ട്രേഡിങ്ങും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 1986 ഇത്രയും ഓൺലൈൻ കൺസ്യൂമേഴ്സ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2019 നിയമത്തിൽ എന്താണ് ഓൺലൈൻ കൺസ്യൂമേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. ടെലി ഷോപ്പിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ.